മോഹൻലാലിനെയും ആശീർവാദ് സിനിമാസിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പോസ്റ്റർ പൃഥ്വിരാജ് പങ്കുവച്ചതിനെ തുടർന്ന് തനിച്ചുള്ള എമ്പുരാൻ പോസ്റ്ററുമായി മോഹൻലാലും രംഗത്ത് വന്നിരിക്കുകയാണ്. ദി ഇയർ ബിലോങ്സ് ടു ഹിം എ ഫോഴ്സ് അൺലിഷ്ഡ് എന്ന വരികളോടെയാണ് താരത്തിന്റെ പോസ്റ്റർ. 2025 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പണറാണ് L2E എമ്പുരാൻ എന്ന് പോസ്റ്ററിൽ പറയുന്നുണ്ട്. പക്ഷെ മോഹൻലാലിന്റെ പുതിയ പോസ്റ്ററിൽ വ്യാപകമായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പൃഥ്വിരാജിനെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പൃഥ്വിരാജ് ഇല്ലാതെ ഈ സിനിമയില്ലെന്നും ആരാധകർ കമന്റിൽ ചൂണ്ടിക്കാട്ടി. എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിന് കടുത്ത അനിഷ്ടമാണ് ഒരു വിഭാഗം ആരാധകർ യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്നത്. മോഹൻലാൽ, മേജർ രവി പോലുള്ളവരുടെ കൂട്ടുകെട്ട് ഒഴിവാക്കണമെന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത്. രാജുവിനെ തേച്ചുവല്ലേ? ലൂസിഫർ കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷത്തിൽ ആകെ ഒരു നേര് മാത്രമാണ് മോഹൻലാലിന് ഹിറ്റായിട്ടുള്ളത്. രാജു സ്വന്തം പടങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ശമ്പളം പോലും വാങ്ങാതെ നിങ്ങൾക്ക് നല്ലൊരു പടത്തിനു വേണ്ടി ശരിക്കും കൂടെ നിന്നു. സംഘികളെ പിണക്കാതെ ഇരിക്കാൻ അയാളെ കുത്തിക്കീറാൻ ഇട്ടുകൊടുത്തു. ശരിക്കും കഷ്ടം. ഒരു കാര്യം ചെയ്യുക, താങ്കളും മേജർ രവിയും ബാക്കിയുള്ള സംഘികളും കൂടെ ഇനിയുള്ള കാലം സിനിമ ചെയ്തോളൂ. ലാലേട്ട മാപ്പ് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് പിൻവലിച്ചുകൂടെ? അല്ലെങ്കിൽ രവി ഉന്നയിച്ച ആരോപണത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എങ്കിലും തന്നൂടെ? രവിയെപ്പോലുള്ള ആൾക്കാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കുഴപ്പത്തിലായിരിക്കും ആവുക എന്നിങ്ങനെയാണ് വരുന്ന കമന്റുകളെല്ലാം. മോഹൻലാലിന് പ്രേക്ഷകർക്കിടയിൽ ഒരു പേര് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഇഷ്ടമുണ്ട്. അദ്ദേഹത്തോട് ആരാധനയുള്ളവരുണ്ട്. താങ്കൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ശരിക്കും നിങ്ങൾ തന്നെയാണ്. മോഹൻലാലിന്റെ ഏറ്റവും വലിയ സിനിമ തന്നെയാണ് എമ്പുരാൻ. അതിൽ ആർക്കും സംശയത്തിന്റെ ആവശ്യമില്ല. പൃഥ്വിരാജ് മിടുക്കനായൊരു സംവിധായകനുമാണ്. അദ്ദേഹത്തെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. റീസെൻസർ ചെയ്യാതെ തന്നെ മുന്നോട്ട് പോയാൽ താങ്കളുടെ കൂടെ നിൽക്കാൻ ജനലക്ഷങ്ങളായിരിക്കും ഉണ്ടാവുക. ഇത് ശരിക്കും കേരളമാണ്. ലൂസിഫറിന് ശേഷം മോഹൻലാലിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ വരാൻ പൃഥ്വിരാജ് തന്നെ വേണ്ടി വന്നു. ആ കുടുംബത്തെ സംഘപരിവാർ കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ ഒരു വാക്ക് പോലും പറയാതെ അവരുടെ മാപ്പ് പറഞ്ഞ് നിങ്ങൾ വെറുതെ നിൽക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്. എമ്പുരാൻ യഥാർത്ഥത്തിൽ സംവിധായകന്റെ വിജയമാണ്. കേണൽ പദവി എടുത്തു കളയുമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ശരിക്കും ഭയന്നുവോ? ഒരു പദവിയും കണ്ടിട്ടല്ല ലാലേട്ടനെയും മമ്മൂട്ടിയെയും ഞങ്ങൾ മലയാളികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്നിങ്ങനെ നീണ്ടു പോവുകയാണ് കമന്റുകൾ.